dakzone vlog. ഇന്ന് ഒരു ടീ എസ്റ്റേറ്റ് സന്ദർശിക്കാൻ ഞങ്ങൾ പോകുന്നത്. ഇത് വയനാട്ടിലുള്ള ഒരു തേയിലത്തോട്ടമാണ്. ഭയങ്കര ഭംഗിയുള്ള മലക്കുന്നുകളും ഇതൊക്കെയുള്ള തേയിലത്തോട്ടം. നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഹാരിസൺ മലയാളത്തിൻ്റെ ടീ എസ്റ്റേറ്റാണെന്നാണ് തോന്നുന്നു. ഇത് എസ്റ്റേറ്റുകളാണ്. നമുക്ക് ഇതിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിക്കാൻ ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ നേരിട്ട് പോവുകയാണ്. അവിടേക്ക് ഇവിടെയൊക്കെ ഒരുപാട് ബ്രിട്ടീഷുകാർ കാലത്തുണ്ടായ തോട്ടങ്ങളാണ് ഇവിടെയൊക്കെയുള്ളത് വയനാട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അട്ടപ്പാടി പോകുന്ന വീഡിയോസ് ഇട്ടിരുന്നു. അട്ടപ്പാടി പോകുന്ന വീഡിയോസൊക്കെ ഇട്ടത് എന്താ പറയുക, അവിടെ ഒന്നും പിന്നെ അവിടെയൊക്കെ ബ്രിട്ടീഷുകാർ വന്നിട്ട് അവിടെ തേയിലത്തോട്ടം വെക്കാൻ പറ്റാത്ത സ്ഥലമെന്ന് പറഞ്ഞിട്ട് ഇട്ട് പറഞ്ഞ് പോയത്. പക്ഷേ പിന്നെ കുറേ കാലം തേയിലത്തോട്ടമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പ്രൊസസ് ചെയ്യാനുള്ള യൂണിറ്റ് അട്ടപ്പാടിയില്ലാത്ത കാരണം അതൊക്കെ നശിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇന്ന് ഇവിടെ ഒരുപാട് ടീ എസ്റ്റേറ്റുകളും അതേപോലെ തന്നെ ടീ ഫാക്ടറിയും ഉണ്ട്. ഞാനിപ്പോൾ കുറച്ച് ആൾക്കാർക്ക് സഹായിച്ചു. അത് ഞാൻ എടുത്തു വെക്കാനൊക്കെ ഞാൻ സഹായിക്കുകയുണ്ടായി. എൻ്റെ വ്ളോഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഏതായാലും ഈ ടീ എസ്റ്റേറ്റിൻ്റെ രംഗങ്ങൾ വയനാട്ടിലെ രംഗങ്ങൾ തീരുന്നില്ല. നമുക്ക് ഇനിയും കാണാം. വയനാട്ടിലെ ടീ എസ്റ്റേറ്റ് ആണ് ഞാൻ ചിത്രീകരിക്കുന്നത്. Garden fresh tea sold here. ാണിത് ഇവരുടെ പ്രൊഡക്റ്റാണിത്. ശരിക്കും എല്ലാത്തിൻ്റെയും പ്രൊഡക്റ്റാണിത്. ഓർത്തഡോക്സ്, ഗ്രീൻ ടീ, CTC ബെസ്റ്റ് എല്ലാം ഇവിടെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് അറിയില്ല. നമുക്ക് യാത്ര വേണം. ഒരു ടീ എസ്റ്റേറ്റ് കാണാൻ വേണ്ടി പോവാം. നമുക്ക് നോക്കാം എന്താണ്.
അമ്പേഷൻ നിർത്താണ്ടോണ അമ്പക്കോല കള്ള 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 മലന്റെ മേലെ ഉണ്ടമ്മ ഏത് ആ മലന്റെ മേലെ ഭയങ്കര വലിയ അറിയില്ല. ആർക്ക് വാങ്ങിച്ചോ ഇതിലെ തന്നെ നമ്മൾ ഇറങ്ങി വന്നത്. ഇത് പോണ വഴിക്കുള്ള ഒരു ഓഫ് റോഡാണിത്. ഇത് റോഡ് അത്രയും മോശമുള്ള റോഡുകളാണ്. എന്തായാലും ഇവിടെ ജീവിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ദുഷ്കരം തന്നെയാണ്. നമുക്ക് കാണുമ്പോഴൊക്കെ നല്ല ഭംഗി തോന്നുമെങ്കിലും ഇവിടെയൊക്കെ ജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസം തന്നെയായിരിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരാം എന്നല്ലാതെ എനിക്ക് നമ്മൾ ഇവിടെ അസ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെങ്കിലും കാണണം, ടേസ്റ്റൊക്കെ കാണണം. ആ എവിടേക്ക് പോണേ? അത് എൻജോയ് ചെയ്യണം റോഡിൻ്റെ ആ ഒരു ഏതായാലും ഇനിയും യാത്ര തുടരാം. ഇവിടുത്തെ കാടുകളും അതേപോലെ തന്നെ ഇതൊക്കെ താണ്ടി ഇനിയും മുന്നോട്ട് പോകാം നമുക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സന്ദർഭം പറയട്ടെ, വ്ളോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ എൻ്റെ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ മാത്രമേ ഞാനിങ്ങനെ ഇടലുള്ളൂ. ഒരു രസത്തിന് വേണ്ടി ഇടുകയാണ്. യാത്ര തുടരാം. ഇത് പോണ വഴിക്ക് എസ്റ്റേറ്റ് പോണ വഴിക്ക് കണ്ട ഒരു ചെറിയ വില്ലേജാണ്. ഇവിടെ ചെറിയൊരു പുഴയും ചെറിയൊരു തോടും ഇതൊക്കെ ഒഴുകുന്നുണ്ട്. ഇവിടെ ഒരു മർഷപ്പാട്ടിൽ എന്തോ ഒരു സ്തൂപുണ്ട്. ബാക്കിൽ കാണുന്ന എസ്റ്റേറ്റ് അങ്ങനെ വളരെ ഭംഗിയായി നിൽക്കുന്നു. നമുക്ക് ഇനി യാത്ര വരാം. ഞങ്ങൾ ടീ എസ്റ്റേറ്റ് കാണാൻ വേണ്ടി വന്നതാണ്. അതിന് എന്താ പറയുക, വഴി തെറ്റി വന്നു. അതിൻ്റെ അപ്പോൾ ഞങ്ങൾ വണ്ടി തിരിച്ചപ്പോൾ ഒരു കാപ്പിത്തോട്ടം കണ്ടു. പാകമായി നിൽക്കുന്ന കാപ്പിക്കുരു, ഇത് കാണിക്കാമാരാണ്. ഇതാണ് കാപ്പിക്കുരു, പാകമായി നിൽക്കുന്ന കാപ്പിക്കുരു. ഇതിങ്ങനെ ഇതാണ് കാപ്പിക്കുരു. കാരണം ഞങ്ങളൊന്നും അത് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് തൊടുന്നത്. ഇതാണ് കാപ്പിക്കുരു. അടക്കാം. എന്താണ് എനിക്കറിയില്ല. ഇങ്ങനത്തെ ഇതാണ് ഇന്നാളെ പേട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞാണ് എൻ്റെ അമ്മ. അതെ, ഇതിൻ്റെ കുറു ഇത് ഇങ്ങനത്തതാണ്. കാരണം ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് അരിച്ചിട്ടാണ് കോഫി പൊടി ഉണ്ടാക്കണേ. ചെറുതായിട്ട് വാടിക്കണു. ടീ ഫാക്ടറി അന്വേഷിച്ചുകൊണ്ടാണ് നടക്കുകയാണ്. ഞാൻ അങ്ങനെ
ഞാനിപ്പോൾ ഒരു മലയുടെ മേലെത്തിരിക്കുകയാണ്. തെറ്റായ വന്നത്, പക്ഷേ എങ്കിലും ഇവിടുന്ന് നല്ല വ്യൂ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിർത്തിയത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ഒരുപാട് പൂവൊക്കെ എൻ്റെ ബാക്കിൽ ഒരു പഴയ ബ്രിട്ടീഷ് പാലം കാണുന്നുണ്ട്. ബ്രിട്ടീഷ് നിർമ്മിച്ചായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കില്ല, പഴഞ്ഞാണെങ്കിൽ ഉണ്ടാക്കില്ല. ഒരു ബ്രിട്ടീഷ് പാലം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ചുവട്ട് കാണുന്ന പാലം. അതേപോലെ തന്നെ അവിടെ ഒരു തോടുണ്ട്. ഒരു പക്ഷേ ബനാസർ ഡാമിൻ്റെ ആയിരിക്കാം. തേയിലത്തോട്ടവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. എന്തായാലും നമുക്ക് യാത്ര തുടരാം. അന്വേഷണം വീണ്ടും തുടരുന്നു. വെൽക്കം ടു ഡാക്സോൺ ബ്ലോഗ്. ഇന്ന് വയനാട്ടിലെ തേയില വിശേഷങ്ങളാണ് കാര്യമായിട്ട് പകർത്തുന്നത്. ഇത് അച്ചൂർ ഫാക്ടറിയാണ്, ABTയുടെ ഫാക്ടറിയാണ്. ഇവിടെ ഇപ്പോൾ ആദ്യ ആൾക്കാരെ കാണിച്ചിരുന്നു, തേയില കയറ്റുന്നതും കൊണ്ടുവന്ന് കാണിച്ചിരുന്നു. ഇപ്പോൾ ഒന്നും കാണിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. തേയിലത്തോട്ടങ്ങളാണ് കാണുന്നതൊക്കെ, മനോഹരമായ തേയിലത്തോട്ടങ്ങളാണ്. ഇതൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ആരും പെർമിറ്റഡ് അല്ല. തേയിലമാണെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങാം, പക്ഷേ ആൾക്കാരും കയറാൻ സമ്മതിക്കുന്നില്ല. ഇതൊക്കെ ഇതിൻ്റെ തേയിലത്തോട്ടങ്ങളൊക്കെ എന്താ പറയുക, അത്ര നല്ല കാലാവസ്ഥ ഒന്നുമല്ല ഇപ്പോൾ. അവിടെ ചൂടാണ്. എനിക്കൊന്ന് നാട്ടിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് ഇവിടെ താമസിക്കാൻ. നമുക്ക് തണുപ്പാണ്, ചൂടാണ്, അത്ര സുഖമല്ല. കാരണം ഈ വെയിലിൻ്റെ ഇത് കാടിനും ഭയങ്കരമാണ്. നാട്ടിൽ ഈ വെയിൽ കണ്ടു കഴിഞ്ഞാൽ അത്ര മാത്രം ക്ഷീണിക്കൂല. ഏതായാലും ഇനി മോസിക്ക് എന്തെങ്കിലും പറയണ്ടോ നോക്കാം. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ ഒരുപാട് വീഡിയോ എടുത്തു. അത് റെക്കോർഡിങ് ഇങ്ങനെ അവിടൊക്കെ പോയി, ഇങ്ങനെ അവിടൊക്കെ പോയിനു. അപ്പോഴൊക്കെ ഇപ്പല്ലേ ഈ വീഡിയോ ഓഫ് ആക്കി കഴിഞ്ഞു, ഓൺ ആയിരുന്നില്ല. പിന്നെ അവിടുന്ന് നോക്കി അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ ഇപ്പൊ വർത്താനം പറഞ്ഞു. ഇപ്പൊ വർത്താൻ പറഞ്ഞപ്പോ ഇപ്പൊ ഒറ്റ സെക്കൻഡ് റെക്കോർഡിങ് ചെയ്തിട്ടില്ല. ഇനി ഫസ്റ്റ് കൊണ്ട് പറഞ്ഞ എനിക്കൊന്നും ഇപ്പൊ അല്ലടാ, ഞാൻ അവന്ന് ഓഫ് ആക്കിനു ക്യാമറ. അപ്പൊ ഓണാക്കാൻ വന്നൊക്കെ വീഡിയോ. കാരണം ഇവിടെ ഭയങ്കര വെയില. ഇത് സംഭവമാണ്. ഫോട്ടോ എടുക്കോ? എടുത്തോ? ഭയങ്കര ഭംഗിയുള്ള സ്ഥലം. അത് നിർത്തിയാണ് ബാക്ക് കാണുന്ന പോകുന്ന ഈ ടി എസ് നിന്ന് പോകുന്ന വഴിക്കുള്ള ഒരു പിന്നെ സൂര്യൻ. നമുക്ക് യാത്ര തുടരാം.
വയനാട്ടിലെ തേയിലത്തോട്ടങ്ങളുടെ വിശേഷങ്ങൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വ്ളോഗുമായി വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.